Friends, welcome to Commerce Bytes. So now also we are going to discuss the next part of question paper discussion which was held on 10th January 2021. First തന്നെ ഞാൻ നിങ്ങളോട് ഒരു സോറി ചോദിച്ചോട്ടെ ബിക്കോസ് മൈ വീഡിയോ വാസ് അപ്ലോഡഡ് എ ലിറ്റിൽ ബിറ്റ് ലേറ്റ്. സോറി ഫോർ ദാറ്റ്. എല്ലാവരും ബട്ട് വീഡിയോ കാണണം. 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് അതിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് ട്രിക്സും ടിപ്സും ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാ വീഡിയോസിലും യു പീപ്പിൾ ക്യാൻ എക്സ്പെക്റ്റ് ഒരെണ്ണം ഞാൻ ടിപ്പോ ട്രിക്കോ ഷെയർ ചെയ്തിരിക്കും. അത് ഫോർ ഷുവർ. Okay, now without much time let's move to the question. Question number 115. A good hypothesis should be, options are precise, specific and consistent with most known facts. Option B, formulated in such a way that it can be tested by the data, and option C is of limited scope and should not have a global significance, and option D, all of this. ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഫസ്റ്റ് തന്നെ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ കിട്ടിയപ്പോൾ തന്നെ എനിക്ക് പറയാനുള്ള ഒരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ KKPP ആണ്, കിട്ടി പോയി എന്നുള്ള ഒരു ടിപ്പാണ്. എന്നാലും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ ഒരു ക്വസ്റ്റ്യനിൽ ഓൾ ഓഫ് ദ എബോ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ. ആ ഒരു ആൻസർ തന്നെയായിരിക്കും ദ കറക്റ്റ് ആൻസർ. ഓൾ ഓഫ് ദ എബോ ആയിരിക്കും കറക്റ്റ് ആൻസർ. ബട്ട് എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിനെയും പറ്റി ഏതൊരു കുഞ്ഞു ടോപ്പിക് ആയിക്കോട്ടെ എവ്രി നുക്ക് ആൻഡ് കോർണറിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാം. സോ ഒരു ടോപ്പിക്ക് പോലും വിടാതെ എല്ലാത്തിനെ പറ്റി കംപ്ലീറ്റ് ആയിട്ടൊരു ഐഡിയ വേണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ബട്ട് നിങ്ങൾക്കതിൻ്റെ ABCD എങ്കിലും അറിഞ്ഞിരിക്കണ്ടേ? അതല്ലേ ഒരു മര്യാദ. നമ്മളൊരു പരീക്ഷ എഴുതാൻ പോകുന്നതല്ലേ. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓൾ ഓഫ് ദ എബോവ് ആണ്. ഈവൻ ദോ ലെറ്റ് മീ എക്സ്പ്ലെയിൻ വാട്ട് ഇസ് ദ ക്വസ്റ്റ്യൻ മീൻ. ഒരു ഗുഡ് ഹൈപ്പോത്തസിസ്, നോട്ട് വൺ തിങ്. ഈ നമ്മുടെ കൊമേഴ്സ് സ്റ്റുഡൻസിന് ഈ ഒരു സംഭവം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. കാരണം അവർ പഠിച്ചിട്ടുണ്ടാവും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ഒരു ടേം. അവരുടെ ഒരു സബ്ജക്റ്റായിരുന്നു BCom-ലും MCom-ലും. സോ ദേ വിൽ ബി നോയിങ് വാട്ട് ഈസ് എ ഗുഡ് ഹൈപ്പോത്തസിസ്. ഒരു ഗുഡ് ഹൈപ്പോത്തസിസ് എപ്പോഴും എങ്ങനെയായിരിക്കണം അവർക്കറിയുണ്ടാവും. H0 H1 അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇൻഡെപ്തായിട്ട് പഠിക്കണ്ട, എന്നാലും നമ്മളൊന്ന് അറിഞ്ഞിരുന്നു. ഹൈപ്പോത്തസിസ് എപ്പോഴും പ്രിസൈസ് ആയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിതായിരിക്കണം. അതുപോലെ തന്നെ സ്പെസിഫിക് ആയിരിക്കണം, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. സ്പെസിഫിക് ടു ദ പോയിൻ്റ്, ആ ഒരൊറ്റ കാര്യം, അതാണ് സ്പെസിഫിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, ഫോമുലേറ്റഡ് ഇൻ സച്ച് എ വേ ദാറ്റ്. നിങ്ങൾ പിന്നെ ഒരു പോയിൻ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾക്ക് ഇപ്പോൾ ആ ഒരു ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ വായിച്ചു. ആ ഒരു ഓപ്ഷൻ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഓക്കെ ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ. അതുപോലെ തന്നെ സെക്കൻഡ് ഓപ്ഷനും വായിച്ചു. അപ്പോൾ അതും പോസിറ്റീവാണ്. എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതുപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 3 to 4 ഓപ്ഷൻ വന്നു എന്ന് വിചാരിക്കൂ. ആ ഒരു 4 ഓപ്ഷനിൽ ഏതെങ്കിലും ഒരെണ്ണം ഓഡ് വൺ ഔട്ടായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, ഓഡ് വൺ ഔട്ട് ഇൻ ദ സെൻസ് ഇപ്പോൾ 3 സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവായിട്ടായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവുന്നത്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എന്ന് വെച്ചാൽ ഒരു ഓപ്ഷൻ മാത്രം നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ദ ആൻസർ. മനസ്സിലായോ? എല്ലായിടത്തും ഇത് ആപ്റ്റ് ആവണം, കറക്റ്റ് ആവണമെന്ന് ഇല്ല. ഞാൻ ജസ്റ്റ് ഒരു പോസിബിലിറ്റി. നിങ്ങൾ ഇപ്പോൾ എക്സാമിൻ്റെ ടൈമിൽ ഒരു സ്ഥലത്ത് സ്റ്റക്കായി നിൽക്കുകയാണെങ്കിൽ ജസ്റ്റ് ഈ ഓരോ ഐഡിയാസ്, ഞാൻ പറയുന്ന ഈ ഓരോ ടിപ്പുകൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ നിങ്ങളുടെ നോട്ട്ബുക്കിൽ നോട്ട് ഡൗൺ ചെയ്ത് അത് റിവ്യൂ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് അത് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വന്ന് നിങ്ങളൊന്ന് സ്റ്റക്കായിട്ട് നിൽക്കുമ്പോൾ ഈ ഒരു പോയിൻ്റ് ഓർത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ട്രൈ ഇറ്റ് ഔട്ട്. നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലല്ലോ. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ എ ഗുഡ് ഹൈപ്പോത്തസിസ് എല്ലാം ആയിരിക്കണം, പ്രിസൈസ് ആയിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം വിത്ത് മോസ്റ്റ് നോൺ ഫാക്ട്സ്. ഓപ്ഷൻ B, ഫോമുലേറ്റഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ടെസ്റ്റഡ് ബൈ ദ ഡേറ്റ. നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റ വെച്ച് ഫോമുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുണ്ടാവണം. പിന്നെ ഓഫ് എ ലിമിറ്റഡ് സ്കോപ്പ്. നമ്മൾ വേൾഡ് വൈഡായിട്ട് നമ്മൾ നോക്കില്ല, ജസ്റ്റ് ഒരു ലിമിറ്റഡ് സ്കോപ്പിലായിരിക്കും നമ്മൾ ഈ ഗുഡ് ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് question number 114. A researcher selects a probability sample of 100 out of total population. It is, options are cluster sample, stratified sample, random sample and systematic sample. Here
സാമ്പിളിങ്ങിൻ്റെ ചാപ്റ്റർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐ എം സോറി മൈ ഡിയർ സ്റ്റുഡൻസ്, ബട്ട് എന്നിരുന്നാൽ പോലും എനിക്കിത് പറയാതെ വയ്യ. സാമ്പിളിങ്ങിൻ്റെ സബ്ജക്റ്റ് നമ്മളുടെ ഈ കൊമേഴ്സ് സ്റ്റുഡൻസ് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന പോയിൻ്റാണ് ഈ ഒരു ടോപ്പിക്. ക്ലസ്റ്റർ സാമ്പിൾ ഉണ്ട് എന്ന് വെച്ചാൽ സാമ്പിളിങ്ങിന് കുറച്ച് ടൈപ്സ് ഉണ്ട്. ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞ് കുറച്ച് ടൈപ്സ് ഉണ്ട്. ക്ലസ്റ്റർ ഉണ്ട്, സ്ട്രാറ്റിഫൈഡ് ഉണ്ട്, റാൻഡം ഉണ്ട്, സിസ്റ്റമാറ്റിക് ഉണ്ട്. ഓക്കെ, ക്ലസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടീച്ചേഴ്സിന്, നമ്മൾ ഫ്യൂച്ചർ ടീച്ചേഴ്സാണ്. സോ ലെറ്റ് മീ എക്സ്പ്ലെയിൻ ലൈക്ക് ദാറ്റ്. ക്ലസ്റ്റർ സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ അമ്മ ഒരു ടീച്ചറാണ്. എൻ്റെ അമ്മയ്ക്ക് ക്ലസ്റ്റർ മീറ്റിംഗ് ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മലയാളം ടീച്ചറായതുകൊണ്ട് തന്നെ മലയാളത്തിൻ്റെ അവരുടെ പെർട്ടിക്കുലർ സബ്ജക്റ്റിൻ്റെ ഒരു മീറ്റിംഗ്, അവരുടെ ഒരു 2 ഡേയ്സിൻ്റെ വർക്ക്ഷോപ്പ് പോലെ അവരുടെ ഒരു മീറ്റിംഗ്, എന്നിട്ട് അവരുടെ ഡിസ്കഷൻസ്, ഇനി എന്തൊക്കെ അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാം, അങ്ങനെയുള്ളൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാറുണ്ട്. സോ ഒരേപോലെയുള്ള ഒരു ടീം, ആ ഒരു വർക്ക്, ആ ഒരു ഗ്രൂപ്പിനെയാണ് ക്ലസ്റ്റർ എന്ന് പറയുന്നത്. സോ ഐ ഹോപ്പ് ഓപ്ഷൻ എ ക്ലസ്റ്റർ സാമ്പിൾ ഇസ് ക്ലിയർ ടു യു. അതുപോലെ തന്നെ ഓപ്ഷൻ ബി റാൻഡം സാമ്പിൾ. റാൻഡം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, റാൻഡമായിട്ട് നമ്മൾ പിക്ക് ഔട്ട് ചെയ്തെടുക്കുക. സോ ഹിയർ ദ ആൻസർ, എ റിസർച്ചർ സെലക്ട്സ് എ പ്രോബബിലിറ്റി സാമ്പിൾ ഓഫ് 100 ഔട്ട് ഓഫ് ടോട്ടൽ പോപ്പുലേഷൻ. ഒരു ടോട്ടലായിട്ടുള്ള പോപ്പുലേഷനിൽ നിന്ന് ആൾ 100 പ്രോബബിലിറ്റി സാമ്പിൾസ് സെലക്ട് ചെയ്തു. സോ ദ ആൻസർ വിൽ ബി റാൻഡം സാമ്പിൾ. അതുപോലെ തന്നെ ഇനി സ്ട്രാറ്റിഫൈഡ് സാമ്പിൾ ഉണ്ട്, സിസ്റ്റമാറ്റിക് സാമ്പിൾ ഉണ്ട്. സ്ട്രാറ്റിഫൈഡ് സാമ്പിൾ similar to cluster sample as they are grouped into each group with special stratas. അതുപോലെ തന്നെയാണ് സിസ്റ്റമാറ്റിക് സാമ്പിളും. സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അവർ ആ ഒരു പ്രോസസ്സിങ് കണ്ടക്ട് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ദ ആൻസർ വിൽ ബി റാൻഡം സാമ്പിൾ. ഓക്കെ, the next question is from computer section. Which of the following is an important characteristics of LAN? So my dear students, I want to tell you one thing. LAN, MAN, WAN ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുടെ ഒരു ബേസിക് നോളജ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ LAN എന്ന് പറയുന്നത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, WAN വൈഡ് ഏരിയ നെറ്റ്വർക്ക്, MAN MAN മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. So here we are having 4 options, that is option A application independent interfaces, option B unlimited expansion, option C low cost access for bandwidth channel, and option D none of the above. ഇവിടെ ചോദിച്ചിരിക്കുന്നത് what is the important characteristics of LAN എന്നാണ്. The answer will be application independent interface. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം കമ്പ്യൂട്ടറിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള നോളജിൻ്റെ ക്വസ്റ്റ്യൻസേ ചോദിക്കുകയുള്ളൂ. സോ എല്ലാത്തിനെയും പറ്റി നമ്മളുടെ 8th to 10th വരെയുള്ള കമ്പ്യൂട്ടറിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് കുറച്ചൊന്ന് റെഫർ ചെയ്ത്, അല്ലെങ്കിൽ അനിയന്മാരോട് ചോദിച്ച് കുറച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാലും മതിയാവും. നിങ്ങളുടെ മൈൻഡിൽ അത് നിന്നോളും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ കാണുമ്പോൾ അത് ലോക്ക് ചെയ്യാൻ അറിയണ്ടാവും. സോ അതിനെപ്പറ്റി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. Without much delay, let's move to the next question. Question number 112. The use of teaching aid is justified on the ground of options. Option A, attracting students' attention in the classroom. Option B, minimizing indiscipline problem in classroom. Option C, optimizing learning outcome of a student. And option D, effective engagement of a student in learning task. ഹിയർ നമുക്കിവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമ്മളെപ്പോഴും ഈ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതുപോലത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും സെർച്ച് ചെയ്യേണ്ടത് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ആൻസറിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. ഓക്കെ, ഇപ്പോൾ ടീച്ചിങ് എയ്ഡ് യൂസ് ചെയ്യുമ്പോൾ അട്രാക്ഷൻ സ്റ്റുഡൻസിൻ്റെ അറ്റൻഷൻ കിട്ടും. ഓക്കെ, അത് ശരിയാണ്. ബട്ട് എന്നിരുന്നാൽ പോലും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ ആപ്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. സോ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ, ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ ഡി, എഫക്റ്റീവ് എൻഗേജ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ലേണിംഗ് ടാസ്ക്, അവിടെ ആ ഒരു വേർഡ് കണ്ടോ, എഫക്റ്റീവ് എൻഗേജ്മെൻറ്റ്, അതാണ് നമ്മളുടെ ടീച്ചിങ് എയ്ഡ് യൂസ് ചെയ്യണതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? ഒപ്റ്റിമൈസിങ് ദ ലേണിംഗ് ഔട്ട്കം ഓഫ് എ സ്റ്റുഡൻസ്, ഇതൊക്കെ അതിൻ്റെ ഒരു പാർട്ടാണ്. ബട്ട് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കുട്ടികൾ അതിൻ്റെ ഉള്ളിൽ എൻഗേജ്ഡ് ആണ്. ഓക്കെ,
ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ട് ചെയ്തിട്ടോ. ഇതുപോലൊരു ക്വസ്റ്റ്യൻ ഏകദേശം സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെ വരാൻ 95% ചാൻസസ് ഉണ്ട്. അതിൻ്റെ റീസൺ ഞാൻ പറയാം. ഓക്കെ, സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 111. The teacher-student communication is most often. Options are confrontational, option B spurious, option C critical, option D utilitarian. ഈ 4 ഓപ്ഷൻസിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ 4 ഓപ്ഷനിൽ ഫസ്റ്റ് A, B, C ഈ 3 ഓപ്ഷൻസും ഒരു നെഗറ്റീവ് ആസ്പെക്റ്റുള്ള ഓപ്ഷൻസാണ്. ഒരു നെഗറ്റീവ് വ്യൂ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് വൈബുള്ള ഓപ്ഷൻസാണ് ഈ A, B, C. അതിൽ ഓപ്ഷൻ ഡി മാത്രമാണ് ഒരു പോസിറ്റീവായിട്ട് നിൽക്കുന്നത്. എപ്പോഴും ഒരു ടീച്ചർ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് യൂട്ടിലിറ്റേറിയൻ ആയിരിക്കണം. ബിക്കോസ് ഒരു എഡ്യൂക്കേഷനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആസ്പെക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ടീച്ചർ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് പ്രൊഡ്യൂസിങ് സ്റ്റുഡൻറ്റ് ഹു വിൽ ബി ഏബിൾ ടു ഫിറ്റ് ഇൻ ടു എ സൊസൈറ്റി. ഒരു ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം, ടു മൈ ഡിയർ ഫ്യൂച്ചർ ടീച്ചേഴ്സ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ ഒരു കുട്ടിയെ വാർത്തെടുക്കുന്നത് നല്ല ഒരു സിറ്റിസണായി നല്ലൊരു സൊസൈറ്റിയുടെ ഒരു ഭാഗമായി തീരാനുള്ള ഒരു സ്റ്റുഡൻസിനെ ക്രിയേറ്റ് ചെയ്തെടുക്കലാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രൈം ഡ്യൂട്ടി എന്ന് പറയുന്നത്. സോ ഈ ഒരു പെർസ്പെക്റ്റീവ് ഓഫ് എഡ്യൂക്കേഷൻ, യൂട്ടിലിറ്റേറിയൻ ആസ്പെക്റ്റ് ഓഫ് എഡ്യൂക്കേഷനിൽ പറയുന്നത് വിച്ച് ഫോക്കസ് ഓൺ പ്രൊഡ്യൂസിങ് സ്റ്റുഡൻസ് who will be able to fit into the society at an elite level and contribute as a productive citizen. Okay, I hope it's clear, right? ബാക്കിയുള്ള 3 ഓപ്ഷൻ്റെ മീനിങ് ഞാനൊന്ന് സ്പെസിഫൈ ചെയ്യാം. കൺഫ്രണ്ടേഷണൽ എന്ന് പറയുമ്പോൾ അവിടെ ഒരു നെഗറ്റീവാണ് ഞാൻ ആദ്യം തന്നെ സ്പെസിഫൈ ചെയ്തു. ഇതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് ഇപ്പോൾ ഷോയിങ് എ ഡിസപ്രൂവൽ ഓഫ് ദ ഫാക്ട്, ഒരു അഗ്രസീവ് നേച്ചറായിരിക്കും ഈ കൺഫ്രണ്ടേഷണലിൽ പറയുന്നത്. സ്പ്യൂരിയസ് എന്ന് പറയുന്നത് ഒരു ഫോൾസ് അല്ലെങ്കിൽ ഒരു ഡൗട്ട്ഫുൾ, അങ്ങനെ ഒരു നെഗറ്റീവാണ് അവിടെയും കിട്ടുന്നത്. ക്രിട്ടിക്കൽ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ആൾ കുറച്ച് ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ് എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ദ മീനിങ്, ആൾ അത്ര നല്ല ഒരു സ്റ്റേജിലല്ല. ദാറ്റ്സ് ഇറ്റ്. സോ ഓപ്ഷൻസ് A, B, C ആർ നോട്ട് ഇൻ ദ പോസിറ്റീവ് സൈഡ്. സോ അവിടെ മാറി നിൽക്കുന്നത് യൂട്ടിലിറ്റേറിയൻ. സോ അതൊരു പോസിറ്റീവ് ഒരു ഫ്രേസാണ്. I think you got my point, right? So moving to the next question. Question number 110. Teacher's prime duty is. ഞാൻ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ പറയുന്നതിന് മുന്നേ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ, ദി യൂസ് ഓഫ് ടീച്ചിങ് എയ്ഡ് ഈസ് ജസ്റ്റിഫൈഡ് ഓൺ ദി ഗ്രൗണ്ട്സ് ഓഫ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ. അതിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞു കുട്ടികൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടായിരിക്കണം നമ്മളൊരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ടതെന്ന്. അതുതന്നെയാണ് എനിക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലും നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളെപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോഴും കുട്ടികൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം നിങ്ങൾ ആ ഒരു ആസ്പെക്റ്റിൽ വേണം നിങ്ങൾ ചിന്തിക്കാൻ. ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു സ്റ്റുഡൻസ്. ആ ഒരു രീതിക്ക് വേണം നിങ്ങൾ ആ കുട്ടികളുടെ രീതിക്ക് വേണം നിങ്ങൾ ആ ആൻസർ മാർക്ക് ചെയ്യാൻ. അണ്ടർസ്റ്റുഡ്? ഹിയർ ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ടീച്ചേഴ്സ് പ്രൈം ഡ്യൂട്ടി ഇസ്. ഓപ്ഷൻസ് ആർ ടു റേസ് ഇൻ്റലക്ച്വൽ സ്റ്റാൻഡേർഡ് ഓഫ് ദ സ്റ്റുഡൻസ്, to improve the physical standard of the students, to help all round development of the students, to give more and more homework to the students. ഇതിൽ തന്നെ നോക്കി ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഇൻ്റലക്ച്വൽ സ്റ്റാൻഡേർഡ് ഓഫ് ദ സ്റ്റുഡൻസ്, അവരുടെ ബുദ്ധി വികസിപ്പിക്കാനുള്ള ഒരു കൂട്ടാൻ വേണ്ടിയിട്ടാണ് ടീച്ചേഴ്സിൻ്റെ പ്രൈം ഡ്യൂട്ടി എന്ന്. അല്ല, നെക്സ്റ്റ് ഓപ്ഷൻ നോക്കൂ. ടു ഇംപ്രൂവ് ദ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഓഫ് ദ സ്റ്റുഡൻറ്റ്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ആണോ? നോ, നെവർ. ആൻഡ് ഓപ്ഷൻ സി ടു ഹെൽപ്പ് ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് ദി സ്റ്റുഡൻറ്റ്. അതിലാണ് നമ്മളുടെ പോയിൻ്റ് കിടക്കുന്നത്. കാരണം ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ഞാനിപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞുള്ളൂ, ഒരു കുട്ടികളെ വാർത്തെടുക്കേണ്ട ഒരു ടീച്ചറിൻ്റെ കടമയാണ് എന്ന്. സോ ആ ഒരു കുട്ടീനെ ആ ഒരു സൊസൈറ്റിയിലേക്ക്, നമ്മളുടെ ആ ഒരു സൊസൈറ്റിയിലേക്ക് ഇറക്കുന്നതിന് മുന്നേ ആ ഒരു ടീച്ചറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, അല്ലെങ്കിൽ ആ ഒരു ടീച്ചറിൻ്റെ പ്രൈം ഡ്യൂട്ടിയാണ് ആ കുട്ടിയുടെ ഓൾ അറൗണ്ട് ഡെവലപ്മെൻറ്റ് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ.
I hope you got my point. ഓപ്ഷൻ ഡി പറഞ്ഞു ടു ഗീവ് മോർ ആൻഡ് മോർ ഹോംവർക്ക് ടു ദി സ്റ്റുഡൻസ്. അത് നല്ല ഒരു അപ്രോച്ച് അല്ല. സോ ഓപ്ഷൻ ഡി അല്ല, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഓൾസോ എ കമ്പ്യൂട്ടർ ബേസ്ഡ് ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് എ ഫോർട്രാൻ? FORTRAN. ഓപ്ഷൻസ് ആർ software, option B hardware, option C company, and option D programming language. Here the answer will be option D, that is programming language. Fortran programming language യൂസ് ചെയ്യുന്നത് ഫോർ ന്യൂമറിക് ആൻഡ് സയൻറ്റിഫിക് ആയിട്ടുള്ള കമ്പ്യൂട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്, which was developed by IBM in the year 1950. ജസ്റ്റ് നിങ്ങൾക്കൊരു അവയർനെസ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് മാത്രം ഞാൻ സ്പെസിഫൈ ചെയ്തതാണ്, which is not that important. Let's move to the next question. Okay, next question കമ്മ്യൂണിക്കേഷൻ സെക്ഷനിൽ നിന്ന് വന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്ന മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ്. Let us discuss that question. The question is the right order of the element in a successful communication is. ഇവിടെ ഞാൻ വേറെ ഓപ്ഷൻസ് ഒന്നും തന്നിട്ടില്ല, ആ ഒരു കറക്റ്റ് ഓപ്ഷൻ മാത്രം ഞാൻ തന്നിട്ടുള്ളൂ. അതിൻ്റെ പിക്ചറും ഞാനിവിടെ കാണിച്ചു തരാം, അതിൻ്റെ ആ ഒരു പോകുന്ന രീതി. ആദ്യം നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മളിപ്പോൾ സെൻഡ് ചെയ്തു. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സെൻഡ് ചെയ്തു എന്ന് വിചാരിക്കും. ഞാനാണ് സെൻഡർ. എൻ്റെ ഒരു ഐഡിയ ഞാൻ എൻകോഡ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേഷൻ ചാനൽ വഴി, കമ്മ്യൂണിക്കേഷൻ ചാനൽ നമുക്കിപ്പോൾ അതൊരു യൂട്യൂബ് ചാനലാക്കാം. യൂട്യൂബ് ചാനലിലൂടെ നമ്മുടെ റിസീവർക്ക് എത്തി. റിസീവർ എന്ന് പറയുന്നത് നിങ്ങൾ, മൈ ഈച്ച് ആൻഡ് എവറി സ്റ്റുഡൻസ്, എൻ്റെ 60 to 70 അല്ലെങ്കിൽ 70 to 80 സ്റ്റുഡൻസ്, ഓരോ സ്റ്റുഡൻസാണ് റിസീവർ. നിങ്ങൾക്കത് മനസ്സിലാകണം. ആ ഒരു മനസ്സിലാകലിനെയാണ് ഡീകോഡിങ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നിങ്ങൾ എനിക്ക് ഫീഡ്ബാക്ക് തരും. ഫീഡ്ബാക്ക് ഇൻ ദ വാട്ട്, ലൈക്ക് ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നു, അതിൽ എനിക്ക് കമൻ്റ് ഇടുന്നു, അതൊക്കെയാണ് ഫീഡ്ബാക്ക്. സോ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, ഒരു സക്സസ്ഫുൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, ഞാൻ സെൻഡർ, എൻ്റെ ഐഡിയ ഞാൻ എൻകോഡ് ചെയ്തിട്ട് ഞാൻ കമ്മ്യൂണിക്കേഷൻ ചാനലിലിടുന്നു. അവിടെ റിസീവ് ചെയ്തത് എൻ്റെ ഓരോ സ്റ്റുഡൻസാണ് റിസീവ് ചെയ്തത്. നിങ്ങളത് ഡീകോഡ് ചെയ്തു, അത് കഴിഞ്ഞ് ഫീഡ്ബാക്ക് എനിക്ക് തിരിച്ചയച്ചു. ദാറ്റ്സ് ഇറ്റ്, സിമ്പിൾ. നിങ്ങൾക്കത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇവിടെ വേറെ ഓപ്ഷൻസിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആദ്യം ഐഡിയ ആണ് വരുന്നത്, അല്ലെങ്കിൽ ആദ്യം കമ്മ്യൂണിക്കേഷൻ ചാനലാണ് വരുന്നത്, ആദ്യം എൻകോഡ് ചെയ്യലാണ് വരുന്നത്. ഒന്നുമല്ല. നിങ്ങൾ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ഇപ്പം നമ്മൾ 2 പേര് സംസാരിക്കുന്നു. ആ സംസാരിക്കുമ്പോൾ ആദ്യം എന്താ സംഭവിക്കുന്നത് അത് മാത്രം ചിന്തിച്ചാൽ മതി. ഞാൻ എൻ്റെ ഐഡിയ ഞാൻ എൻകോഡ് ചെയ്തു, ഞാനത് കൺവേർട്ട് ചെയ്ത് എൻകോഡ് ചെയ്തു. എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ സെൻഡറില്ലേ, SENDER, ഓക്കെ, ആ ഒരു സെൻഡറിൻ്റെ SE കണ്ട. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് അത് കത്തുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയുകയാണ്, സെൻഡർ SE, എന്ന് പറയുന്നത് എൻകോഡ്. അപ്പോൾ റിസീവർക്ക് എന്താണ്, ഡീകോഡിംഗ് ആണ്. അപ്പോൾ RD അങ്ങനെ ഓർത്താൽ മതി. SERD, സെൻഡറിനാണ് എൻകോഡ് ചെയ്യൽ, റിസീവറിനാണ് ഡീകോഡ് ചെയ്യൽ. അതൊന്ന് ഓർത്തിരുന്നാൽ മതി, പിന്നെ വേറെ കൺഫ്യൂഷനൊന്നും ഉണ്ടാവില്ല. ഈ ഒരു റൈറ്റ് ഓർഡർ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും ഈ ഒരു കമ്മ്യൂണിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ളത്. സോ പ്ലീസ് ഡു ചെക്ക് ദാറ്റ്. Okay, that's all for now. Let's see in the next video. Till then, take care, work hard and be positive. That's it. Thank you.